5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പാവങ്ങളുടെ അത്താണിയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമ്മൾ വിചാരിക്കുന്ന ഒരു RCC പോലെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, ഈവൻ ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനമല്ല. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇൻ്റർനാഷണൽ സ്റ്റഡീസ് നടത്താൻ കഴിയുന്ന, ഒരുപാട് പേറ്റൻറ്റുകൾ കിട്ടിയിട്ടുള്ള, ഒരുപാട് രാജ്യങ്ങളിലേക്ക് കൊളാബറേറ്റ് ചെയ്യുന്ന പഠനങ്ങൾ നടത്തുന്നൊരു വലിയ സ്ഥാപനമാണ്. അവിടെ നടക്കുന്ന ഓരോ ഓപ്പറേഷനും ഓരോ കാര്യങ്ങളുമൊക്കെ കേസ് സ്റ്റഡീസും പഠനങ്ങളും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾക്ക് കണ്ടുപിടുത്തം നടക്കുന്ന വലിയൊരു ഗവേഷണ കേന്ദ്രം കൂടിയാണ്. അവിടെയാണ് ചില പ്രതിസന്ധികൾ വന്നിരിക്കുന്നത്. അത് പൊറുക്കാവുന്ന പ്രതിസന്ധികളല്ല യഥാർത്ഥത്തിൽ. അതിപ്പോൾ ആരെയും നമ്മൾ പ്രതിക്കൂട്ടി നിർത്തേണ്ട, ഒരു സ്ഥാപനത്തിനെ ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട. പക്ഷേ ഒരു സിസ്റ്റം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, സിസ്റ്റം കുറച്ചു കാലം കഴിയുമ്പോൾ സിസ്റ്റത്തിന് അതിൻ്റേതായ ഒരു വീഴ്ച വരും എന്നും ഡൈനാമിക്കായി പോയില്ലെങ്കിൽ അതെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഞാൻ അവിടെ പോയി അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചിട്ടുണ്ട്, ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു അതിൻ്റെ ഡൈനാമിക്സ് എനിക്ക് മാത്രമല്ല പല സുഹൃത്തുക്കളെയും ഒക്കെ കാണാനും ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ളതാണ് പല ഘട്ടത്തിലും. വളരെ മനോഹരമായിട്ടുള്ളൊരു വലിയ സ്റ്റാഫ് ഫാക്കൽറ്റി ഉള്ള സ്ഥലമാണ്. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന നല്ല ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ അവിടെ സെക്യൂരിറ്റി മുതൽ ഡയറക്ടർ വരെയുള്ളവർ വളരെ മനോഹരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ചില ചരിത്രം പരിശോധിച്ചിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. 1973 ചിത്തിരതിരുനാൾ രാജാവ് ബാലവർമ്മ തമ്പുരാൻ ആ ഒരു കെട്ടിടം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. 1976 അച്യുതമേനോനാണ് കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരോഗ്യരംഗത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഓട്ടോണമസ് സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഉള്ളൂരിൽ, തിരുവനന്തപുരം ഉള്ളൂർ പ്രശാന്ത് നഗറിൽ, TBGRI പാലോട്, അതുപോലെ KFRI തൃശ്ശൂർ, പിന്നെ CWIRDM കോഴിക്കോട്, സെസ് ആക്കുളം തിരുവനന്തപുരം, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഓരോ മേഖലയിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അച്യുതമേനോൻ്റെ കാലത്താണ് ഇതിന് വലിയ ശ്രമം നടത്തിയത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ചത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായ ഹസ്കറാണത്, PN ഹസ്കറാണത് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് 1980 ആകുമ്പോൾ 76 തുടങ്ങി 14 വർഷത്തിനകത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് വളരെ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റി വളരെ വലിയ ഒരു സ്ഥാപനമായി. 2000 അച്യുതമേനോൻ റിസർച്ച് സെൻറ്ററുമായി വരുന്നു. അങ്ങനെ വളരെ വലിയ പ്രസ്ഥാനമായി അത് മാറി. ഇപ്പോൾ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, രാജ്യത്തെയും ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ അഭിമാനമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ധാരാളം ആളുകൾ ഈ രാജ്യത്തെയും എനിക്ക് തോന്നുന്നു മാലി, സിംഗപ്പൂർ പോലുള്ള പാകിസ്ഥാനല്ലെന്ന് ബംഗ്ലാദേശ് പോലുള്ള ശ്രീലങ്ക പോലുള്ള തൊട്ടടുത്ത രാജ്യങ്ങളിലെയും നമ്മുടെ രാജ്യത്തെയും വിവിധ സ്റ്റേറ്റുകളിലെ ധാരാളം ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള മഹത്തായ ഒരു സ്ഥാപനമാണ്. അത് ന്യൂറോ സർജറിയുടെ കാര്യത്തിൽ, കാർഡിയോളജിയുടെ കാര്യത്തിലൊക്കെ വലിയ സ്ഥാപനമാണത്. അപ്പോൾ അത്തരം മഹത്തായ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് കൂടെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ 60 വയസ്സായിരിക്കാം, 60 or 65 വയസ്സായിരിക്കാം. അതിൻ്റെ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും മിനിമം 60 വയസ്സായിരിക്കാം, ചിലപ്പോൾ 65 വയസ്സായിരിക്കാം. അപ്പോൾ അങ്ങനെ വളരെ വലിയ ഒരു പ്രസ്ഥാനമാണത്. അതൊരു ആശുപത്രി എന്ന് പറഞ്ഞ് ചുമ്മാ കുറച്ച് ഓപ്പറേഷൻ മുടങ്ങി എന്നുള്ള വാർത്തയിൽ വരേണ്ടതല്ല. പക്ഷേ ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളിലും ഓൺലൈൻ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ശുഭകരമല്ല. എന്താണ്? അശുഭമായ വാർത്തകളാണ്. അവിടെ ഓപ്പറേഷൻ മുടങ്ങി. പക്ഷേ ഓപ്പറേഷൻ മുടങ്ങി എന്നല്ല ഉള്ള, സർജറി മുടങ്ങി എന്നുള്ളത് അങ്ങനെയല്ല. അവിടുത്തെ അധികാരികളുമായോ അല്ലെങ്കിൽ ശരിക്ക് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഓപ്പറേഷൻ മുടങ്ങി അല്ലെങ്കിൽ സർജറി മുടങ്ങി എന്ന് പറയുന്നത് ശരിയല്ല. അതേസമയം ന്യൂറോ ഇൻ്റർവെൻഷൻ ലാബിന് ഉപകരണങ്ങൾ കിട്ടുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചില ഓപ്പറേഷൻസ് തീയതി മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ തീയതികളല്ല, ആ പരിശോധനാ സംവിധാനം, ലാബിലെ പരിശോധനകളൊന്ന് മാറ്റിവെച്ചു. സ്വാഭാവികമായി ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തതിന് പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില വാർത്തകൾ വരുന്നു ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തത് തന്നെ ആളുകളോട് വിളിച്ച് ഡേറ്റ് മാറ്റിവെച്ചു. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച ഡോക്ടർമാർ കത്ത് കൊടുത്തു, ഡയറക്ടർക്ക് കത്ത് കൊടുത്തു, അല്ലെങ്കിൽ പർച്ചേസ് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് പർച്ചേസ് വിഭാഗം ഉണ്ടാവും, പർച്ചേസ് കമ്മിറ്റി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഓട്ടോണമസ് സ്ഥാപനമാകുമ്പോൾ അതിൻ്റേതായ സ്വാതന്ത്ര്യവും വലിയ സംവിധാനം, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലല്ലാത്തതുകൊണ്ട് ദൈനംദിനമായി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ആരും വന്ന് ഈ രാജ്യം മുഴുക്ക ഭരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ദിവസവും വന്ന് പൊളിറ്റിക്കലായുള്ള ഇൻ്റർവെൻഷൻസും കുറവായിരിക്കും. ഒരു സംസ്ഥാനത്തിലാണെങ്കിൽ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ കൂടുതലായിരിക്കും, ഏത് സംസ്ഥാനത്തായാലും. ഇത് രാജ്യത്തിൻ്റേതാകുമ്പോൾ അത്ര വലിയ ഒരു രാജ്യത്തിൻ്റെ അല്ലേ, അപ്പോൾ അത്രയും വിശാലമായ ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് കിടക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് ദൈനംദിന ഇൻ്റർവെൻഷൻസ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ അപ്പോൾ എന്നാലും ചിലപ്പോൾ ഉണ്ടാകില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ പർച്ചേസ് കമ്മിറ്റി കാണും, അവിടെ മറ്റ് സംവിധാനങ്ങൾ കാണും. 2023 മുതൽ കരാർ പുതുക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതൊരു പാതകം തന്നെയാണ്. അതിൻ്റെ ടെക്നിക്കൽ ഹിച്ച് എന്ത് എന്ന് പത്രസമ്മേളനത്തിലൂടെയോ പ്രസ് നോട്ടിലൂടെയോ അവിടുത്തെ ഭാരവാഹികൾ
അപ്പോൾ അത് പിന്നെ പുറത്ത് പറയേണ്ടതാണ്, പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതാണ്. 2023 മുതൽ എന്തുകൊണ്ടാണ് ഈ ഹിച്ച് വരുന്നത്? അപ്പോൾ ഈ കമ്പനികൾ 2022 വർഷം കമ്പനികൾ തന്നില്ലേ, അപ്പോൾ അവരെ കുറ്റം പറയാൻ കഴിയും. അവരെന്തുകൊണ്ടാണ് ഈ കരാർ പുതുക്കാത്തത്? നിരവധി തവണ കത്ത് കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ എന്തോ അവിടെ ഒരു ശകലം ഒരല്പം മാനേജ്മെൻറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, മറ്റ് പ്രശ്നങ്ങളല്ല. ഈ സമയത്ത് ഇത് റേസ് ചെയ്യുന്നതിലോ ഇത് കൊട്ടേഷൻ ആക്കുന്നതിലോ കമ്പനികൾക്ക് കാലാകാലങ്ങളിലുള്ള പണം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ കളികളോ എന്തോ ഒരു ശകലം സ്മെല്ലുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാനിതൊരു വലിയ പ്രസ്ഥാനമായതുകൊണ്ടും സ്ഥാപനമായതുകൊണ്ടും വേറെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ 2023 മുതൽ മുടങ്ങിയെങ്കിൽ 2 വർഷമായി ഇത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്, നടപടികൾ ഉണ്ടാകേണ്ടതാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് മുമ്പേ നിരവധി തവണ കത്ത് കൊടുത്തു എന്ന് പറയുന്നു. വ്യാഴാഴ്ചയെ വീണ്ടും കത്ത് കൊടുത്തു എന്ന് പറയുന്നു. വ്യാഴാഴ്ച മുതലാണ് ഇതിൻ്റെ ഒരു ബഹളം ഉണ്ടായത്. ഇന്നലേക്കായപ്പോൾ അത് തീർച്ചയായും അത് മുടങ്ങുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ലാബിൻ്റെ പ്രവർത്തനങ്ങൾ മുടങ്ങുന്ന നിലയിലേക്ക് പോയി സ്വാഭാവികമായിട്ട് അത് മറ്റ് മേഖലകളെയും ബാധിക്കും. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ പോയി മീറ്റിംഗ് ഒക്കെ നടത്തി 2 ദിവസത്തിനകം 2-3 ദിവസത്തിനകം എല്ലാം പരിഹരിക്കുമെന്ന വാർത്ത പുറത്ത് വന്നിട്ട് അതൊരു ശുഭവാർത്തയാണ്. എന്തായാലും ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ളൊരു സ്ഥാപനം, അതൊരു ആരോഗ്യ സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത്താണിയായിട്ടുള്ള സ്ഥാപനമാണ്. ഒരു കാരണവശാലും അവിടെ എന്തെങ്കിലും ചേരിപ്പേരോ കുടിപ്പകയോ കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമോ കരാറുകാരുമായിട്ടുള്ള പ്രശ്നമോ അഴിമതിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സാമ്പത്തിക താല്പര്യമോ അല്ലെങ്കിൽ ഈഗോയോ കോംപ്ലക്സോ എന്തുണ്ടെങ്കിലും അത് മുളയിലേ നുള്ളിക്കളയേണ്ടതാണ്. ഓരോ സാഹചര്യത്തിലും അത് അനുവദിക്കാവുന്നതല്ല. അവിടെ നല്ല മാനേജ്മെൻറ്റ് HR മാനേജ്മെൻറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മോശമാണെങ്കിൽ, അത് വഷളായിട്ടുണ്ടെങ്കിൽ നല്ലൊരു HR മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടാകട്ടെ. കൃത്യമായ കരാറുകളും കമ്പനികളുമായുള്ള ബന്ധങ്ങൾ നടക്കണം. ഈ സമയത്ത് ഇത് മുതലെടുക്കുന്നത് ചാനലുകളിൽ അങ്ങനെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മോശം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനുണ്ടാകുന്ന ഒരു മോശം മാറ്റിയെടുക്കാൻ നിങ്ങൾ ഇത്രയും വർഷം 1976 തുടങ്ങി 2025 ആകുമ്പോൾ 50 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടുത്തെ സ്റ്റാഫ്, സെക്യൂരിറ്റി മുതൽ ഡയറക്ടർ വരെയുള്ള, ക്യാൻറ്റീനിൽ വരെയുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം 50 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത MS വലിയത്താനെ പോലെയുള്ള വലിയ ആളുകൾ ഇരുന്നിട്ടുള്ള സ്ഥാപനമാണ്. ഡോക്ടർ MS വലിയത്താനെ പോലെ വലിയ അറിയപ്പെടുന്ന ആളുകൾ ഇരുന്നിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ 50 വർഷമായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് 5 നിമിഷം കൊണ്ട് നിങ്ങൾ കളയരുത്. അത് നിങ്ങളെല്ലാവരും അതിനകത്ത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളും പത്രങ്ങളും കൃത്യമായി ഇത്തരം വാർത്ത കൊടുക്കുമ്പോൾ ഇത് വളരെ സെൻസിറ്റീവാണ്. അത് മറ്റ് സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണകരമാകുന്ന രീതിയിലാകരുത്. നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വഷളാക്കി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുള്ള ചില കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ള ചില കാര്യങ്ങളുണ്ട്, എന്നിട്ട് അതൊന്നും ഞാൻ പറയാത്തത്. ചില പടലപ്പിണക്കങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അതൊന്നും ഞാൻ പറയാതിരിക്കുന്നത്. അത് പറയുന്നത് ശരിയല്ല. അതൊക്കെ അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് പോട്ടെ. അവർ കൃത്യമായൊരു മാനേജ്മെൻറ്റിലൂടെ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പുറത്തു വരട്ടെ.